2007 ശേഷം ലോകമെമ്പാടും പ്രത്യുൽപാദന നിരക്ക് താഴേക്ക് പോരുന്നു. ഐഫോൺ ഉപയോഗത്തിനും അതിൽ നിർണായക പങ്കുണ്ടെന്ന് അത്ഭുതപ്പെടുത്തുന്ന പഠനങ്ങൾ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ലോകമെമ്പാടും ജനന നിരക്ക് കുറഞ്ഞു വരികയാണ്. വികസിത രാജ്യങ്ങളിലോ വികസ്വര രാജ്യങ്ങളിലോ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പ്രവണത. സമ്പന്ന രാജ്യങ്ങളിൽ നിന്ന് ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിലേക്കും ഇത്തരത്തിൽ ജനന നിരക്ക് കുറഞ്ഞു വരുന്ന പ്രവണത വ്യാപിച്ചിട്ടുണ്ട്. ജീവിത നിലവാരം മെച്ചപ്പെടുമ്പോൾ ജനന നിരക്ക് കുറയുന്നത് സ്വാഭാവികമാണെന്ന് ഗവേഷകർ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ 2007 ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് ഒരേ സമയത്തും സമാന വേഗത്തിലുമാണ് ജനന നിരക്ക് താഴുന്നത് എന്നാണ് നിലവിലെ കണ്ടെത്തൽ. അതിനു പിന്നിൽ സ്മാർട്ട് ഫോണുകൾക്ക്, പ്രത്യേകിച്ച് ഐഫോണിന് നിർണായക പങ്കുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയിലെ നാഷണൽ ബ്യൂറോ ഓഫ് എക്കണോമിക്സ് റിസർച്ച് അഥവാ NBER പ്രസിദ്ധീകരിച്ച പഠനമാണ് ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. 1980 മുതൽ 2007 വരെ അമേരിക്കയിൽ ജനന നിരക്ക് വലിയ മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. 1000 സ്ത്രീകളിൽ 65 മുതൽ 75 പേർ വരെ പ്രസവിക്കുന്നവരായിരുന്നു. എന്നാൽ 2007 ശേഷം സ്ഥിതി ആകെ മാറി. 2024 ഈ നിരക്ക് 54 കുറഞ്ഞു. വെറും 17 വർഷത്തിനിടെ 11% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇതിന്റെ കാരണം സാമ്പത്തിക പ്രതിസന്ധിയോ സാമൂഹിക മാറ്റങ്ങളോ മാത്രമാണോ എന്ന ചോദ്യത്തിനാണ് ഗവേഷകർ ഉത്തരം തേടിയത്. 2007 പുറത്തിറങ്ങിയ ഐഫോൺ ആദ്യ വർഷങ്ങളിൽ അമേരിക്കയിൽ AT&T നെറ്റ്വർക്കിലൂടെ മാത്രമാണ് ലഭ്യമായിരുന്നത്. അതിനാൽ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഐഫോൺ കൂടുതൽ ലഭ്യമായിരുന്നതെന്നും എവിടെയൊക്കെയാണ് ഐഫോൺ ലഭ്യമാകാതിരുന്നത് എന്നതിനെക്കുറിച്ചും വ്യക്തമായി തിരിച്ചറിയാനാകും. AT&T നെറ്റ്വർക്കിന്റെ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്ന പ്രദേശങ്ങളും കുറഞ്ഞ സാന്നിധ്യമുള്ള പ്രദേശങ്ങളും തമ്മിൽ താരതമ്യം ചെയ്തപ്പോൾ ശ്രദ്ധേയ ഫലങ്ങളാണ് കണ്ടെത്തിയത്. AT&T നെറ്റ്വർക്ക് സുഗമമായി ലഭ്യമായിരുന്നിടത്ത് 15 മുതൽ 19 വയസ്സുവരെയുള്ള യുവതികളിൽ ജനന നിരക്ക് 4.5 മുതൽ 8% വരെ കുറഞ്ഞതായും 20 മുതൽ 24 വയസ്സുവരെയുള്ളവരിൽ 3.2 മുതൽ 6.6% വരെ ഇടിവുണ്ടായതായുമാണ് പഠനം കണ്ടെത്തിയിരിക്കുന്നത്. 2007 മുതൽ 2011 വരെയുള്ള കാലയളവിൽ സ്ത്രീകളുടെ മൊത്തം ജനന നിരക്കിലുണ്ടായ ഇടിവിന്റെ 1/3 മുതൽ പകുതി വരെ സ്മാർട്ട് ഫോൺ വ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ് ഈ പഠനം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ജനന നിരക്ക് താഴുന്നതിനു പിന്നിൽ ഐഫോൺ മാത്രമാണ് കാരണമെന്ന് ഗവേഷകർ പറയുന്നില്ല. സ്മാർട്ട് ഫോണുകൾ വ്യാപകമായതോടെ ആളുകളുടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. നേരിട്ടുള്ള സാമൂഹിക ഇടപെടലുകൾ കുറഞ്ഞു. സൗഹൃദങ്ങളും ബന്ധങ്ങളും ഡിജിറ്റൽ ലോകത്തേക്ക് മാറി. സിൻസിനാറ്റി സർവകലാശാല നടത്തിയ മറ്റൊരു പഠനവും സമാനമായ കണ്ടെത്തലുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ലോകബാങ്കിന്റെ കണക്കുകൾ ഉപയോഗിച്ച് 128 രാജ്യങ്ങളിലെ സ്മാർട്ട് ഫോൺ വ്യാപനവും കൗമാരക്കാരുടെ ജനന നിരക്കും ഗവേഷകർ പരിശോധിച്ചു. വ്യത്യസ്ത മതപാരമ്പര്യങ്ങളും ആരോഗ്യ സംവിധാനങ്ങളും സാമ്പത്തിക സാഹചര്യങ്ങളുമുള്ള രാജ്യങ്ങളിൽ പോലും ഒരേ കാലഘട്ടത്തിൽ ജനന നിരക്കിൽ സമാനമായ ഇടിവ് രേഖപ്പെടുത്തിയതായാണ് സിൻസിനാറ്റി സർവകലാശാല നടത്തിയ പഠനവും കണ്ടെത്തിയത്. ഇറാൻ, മെക്സിക്കോ, ചിലി, കോസ്റ്റാറിക്ക, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം വ്യാപിച്ചതിനു പിന്നാലെ കൗമാരക്കാരുടെ ജനന നിരക്ക് കൂടുതൽ വേഗത്തിൽ കുറഞ്ഞതായി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ലൈംഗികാരോഗ്യ ബോധവൽക്കരണം, കുടുംബാസൂത്രണ സേവനങ്ങൾ എന്നിവ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും സ്മാർട്ട് ഫോണുകൾ സഹായിക്കുന്നുണ്ട് എന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതും ജനന നിരക്ക് കുറയുന്നതിന് കാരണമായി മാറുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ജനന നിരക്ക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. അമേരിക്കയിലാണ് റെക്കോർഡ് ഇടിവ് ഉണ്ടായിരിക്കുന്നത്. കാനഡയിലെയും ജപ്പാനിലെയും സിംഗപ്പൂരിലെയും സ്പെയിനിലെയും സ്ഥിതി വിഭിന്നമല്ല. ഇന്ത്യയും ബ്രസീലും പോലുള്ള ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിലും ജനന നിരക്ക് അതിവേഗം താഴ്ന്നു വരികയാണ്. ജനന നിരക്ക് ഉയർത്താൻ വിവിധ രാജ്യങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും ഫലമൊന്നും ഉണ്ടാവുന്നില്ല. ജനന നിരക്കിലെ ഇടിവിന് പിന്നിൽ സ്മാർട്ട് ഫോണുകളുടെ പങ്ക് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും അത് മാത്രമാണ് പ്രത്യുൽപാദന നിരക്ക് കുറയാൻ കാരണമെന്ന് പറയാനാകില്ല. എന്നിരുന്നാലും സ്മാർട്ട് ഫോണുകൾ മനുഷ്യരുടെ ജീവിതശൈലിയിലും ബന്ധങ്ങളിലും ഉണ്ടാക്കിയ മാറ്റങ്ങൾ ലോക ജനസംഖ്യയെ ബാധിച്ചുവെന്നത് തള്ളിക്കളയാനുമാവില്ല. അതുതന്നെയാണ് പുതിയ പഠനങ്ങൾ നൽകുന്ന സൂചനകളും. വാർത്തയുടെ നിറം തേടി തനിനിറം.